നല്ല കാലാവസ്ഥയാണ് ഇന്ന്, നല്ല വെയിലും. അപ്പൊ ഒന്ന് എന്തായാലും ഇന്ന് കുഞ്ഞാറ്റേനെ താളിയൊക്കെ തേച്ച് കുളിപ്പിക്കാലോ എന്ന് വിചാരിച്ചു. ഞാൻ താളി പറിക്കാൻ വേണ്ടി വന്നിരിക്കുക, എൻ്റെ കൂടെ വന്നിരിക്കുന്നു കേട്ടോ. നല്ല വെയിലും ഉണ്ടല്ലോ. തലയിൽ ഞാൻ എണ്ണയൊക്കെ തേച്ച് കൊടുത്തു കേട്ടോ. അപ്പം എന്നാൽ വെയിലത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് ആളെ അവിടെ നിർത്തിയതാണ്. ആളുണ്ടോ എൻ്റെ പുറകെ പോന്നിരിക്കുന്നു കേട്ടോ. ഞാനിത് കുറച്ച് ചെറുതാളി പറിക്കാലോ എന്ന് വിചാരിച്ചും കൊണ്ടേ. അപ്പം തോന്നെ വളർന്നിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ആ തെങ്ങ് വീണിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ നിറച്ച് ചെറുതാളി വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അത് പറിക്കാൻ വേണ്ടി വന്നതാണ്. കൂടെ അത് അവളും വന്നിരിക്കുന്നു. ഞാൻ അങ്ങനെ ചെറുതാളിയൊക്കെ പറിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടേ, ഇനി അതെന്തായാലും ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വേണമെന്ന് ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ഞെരടി എടുക്കുക ചെയ്യുക. ഇത് നല്ല, നമുക്ക് തലയ്ക്ക് നല്ല തണുപ്പുമാണ്. പെട്ടെന്ന് അങ്ങനെ ജലദോഷം വരുമൊന്നുമില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്കിങ്ങനെ കൈ കൊണ്ട് ഞെരടി പിഴിഞ്ഞാൽ തന്നെ മതി. നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് കൈ വെച്ച് ഇങ്ങനെ ഞെരടി പിഴിഞ്ഞാൽ തന്നെ താളി നന്നായിട്ട് ഇങ്ങനെ കൊഴുപ്പിൽ കിട്ടും. പിന്നെ അത് തേച്ചാലും തന്നെ നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ഓവർ തണുപ്പില്ല. എന്നാൽ കുട്ടികൾക്കൊന്നല്ല, വലിയവർക്കും നമുക്ക് തേച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ഷൈനി ആയിട്ട് നിൽക്കും കേട്ടോ. അപ്പം അങ്ങനെ അമ്മ ഈ കുഞ്ഞാറ്റ ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ അമ്മ അതന്നെ വെച്ചിട്ട് കുളിപ്പിക്കാറുണ്ട്. ചെറിയതായപ്പോൾ അവളെ പ്രസവിച്ച മുതൽ തന്നെ 28ഒക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് കുഴമ്പൊക്കെ തേച്ച് കുളിപ്പിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു താളി ഉപയോഗിച്ചിട്ട് തന്നെ തല കഴുകിയായിരുന്നു. അപ്പം അങ്ങനെ അവളെ ആ താളിയൊക്കെ കഴുകി കുളിപ്പിച്ച് റെഡിയാക്കി. അപ്പം ഇനി അവൾ മുതൂർശിക്ക് പോകണം പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് ഏട്ടൻ വന്നിട്ടുണ്ട് അവളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം പകുതി വരെ എത്തിയിട്ടുള്ളൂ. ഞാൻ അവളെ കുളിപ്പിച്ചു. അങ്ങനെ തലമുടിയൊന്നും കെട്ടിയിട്ടില്ല കേട്ടോ, ഉണങ്ങിയിട്ടൊന്നുമില്ല. കുറച്ച് നേരം തുണിയൊക്കെ ചുറ്റി വെച്ച് കെട്ടി കൊടുത്തു കേട്ടോ. പിന്നെ പോകേണ്ട ധൃതിക്കും പോകേണ്ട ഇൻട്രസ്റ്റിലൊക്കെ ആള് പിന്നെ പെട്ടെന്ന് തോർത്തൊക്കെ വലിച്ചൂരി കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മുടിയൊന്നും കെട്ടിക്കൊടുത്തില്ല. കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ റെഡിയാക്കി ഏട്ടൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വേഗം ഇങ്ങോട്ട് കയറി പോന്നു കേട്ടോ. അപ്പം അങ്ങനെ ഇതാ അവള് റെഡിയായിട്ട് നിൽക്കുകയാണ്. മുടി ഇനിയിപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് കെട്ടിക്കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ബണ്ണും കാര്യങ്ങളൊക്കെ അവളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഏട്ടൻ വന്നു. ഇനി പോകുമ്പോൾ ഇനി എന്തായാലും ഇനി അവളെയും കൊണ്ട് പോട്ടെ, ഇനി അവിടെ കൊണ്ടുപോയി ഇറക്കിയിട്ട് വേണം ഇനി ഇതിയേനെ ഇങ്ങോട്ട് തച്ചമ്പാറക്ക് തന്നെ വരാനെന്നും പറഞ്ഞും കൊണ്ട് ആളങ്ങനെ കുറച്ചു നേരം സംസാരിച്ച് പിന്നെ ടാറ്റയൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ തന്ന് പ്ലെയിൻ കിസ്സൊക്കെ തന്നിട്ടാണ് പോയത്. ഇനിയിപ്പോൾ എന്തായാലും വൈകുന്നേരത്തിനെ വരുള്ളൂ കേട്ടോ ആള്. അപ്പോൾ ഇനി അപ്പോഴേക്കും ഇനിയിപ്പോൾ എനിക്ക് എന്തായാലും ഇന്ന് കുറച്ച് അലക്കാനുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ടെൻഷനായിരിക്കും. പോയാൽ ഇനിയിപ്പോൾ എപ്പോഴാണ് വരിക എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഏട്ടന് ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വൈകിട്ടൊക്കെ കൊണ്ടുവിടാറൊക്കെ 9 മണിയൊക്കെ ആവട്ടോ ചിലപ്പോൾ വൈകിട്ടൊക്കെ വരുമ്പോഴത്തേന്. അങ്ങനെ അവർ യാത്ര പറഞ്ഞ് പോയി. പിന്നെ നമുക്കന്ന് വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ പറഞ്ഞാൽ ഇന്നലത്തെ കാലാവസ്ഥ പോലെയല്ല കേട്ടോ. രാവിലെ തന്നെ നല്ല മഴയാണ്. അപ്പം അമ്മ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ കാടുകളൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കാലോ, വെട്ടം വരുത്താലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ അവിടെ നിറച്ച് നമുക്ക് ഈ തുളസിച്ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പറിച്ചിറക്കി വിട്ടു കേട്ടോ. അപ്പോൾ ഇതാ കൂടെ ഇതാ മഴച്ചാറ്റിൽ കൊണ്ടിട്ട് കുഞ്ഞാറ്റി മഴ ചാറി തുടങ്ങിയപ്പോഴത്തേന് ആള് കയറിയിട്ട് ഇതാ സിറ്റോളിലൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്മ മഴ ചാറുമ്പോൾ അമ്മ കയറി നിൽക്കും, അതേപോലെ മഴ തോരുമ്പോൾ വീണ്ടും അമ്മ അങ്ങോട്ട് ഇറങ്ങും. അങ്ങനെ ആ കാടൊക്കെ ഒന്ന് വെട്ടി നിരപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ മാങ്ങാനാറിപ്പൂക്കളുണ്ട്, നമ്മളെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മഴക്കാർ ഇങ്ങനെ ഇതാണ്ടോ മൂടി ഇങ്ങനെ വരിക തന്നെ, നല്ല മഴയാണ് കേട്ടോ. ഇന്നലത്തെ പോലെയല്ല ഇന്നത്തെ കാലാവസ്ഥ പറയുന്നത്. അപ്പോൾ ഈ മാങ്ങാനാറിപ്പൂക്കളൊക്കെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അങ്ങനെ വഴിക്ക് ചാരാതിരിക്കാൻ വേണ്ടിയിട്ട്, ചാഞ്ഞ് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കെട്ടി വൃത്തിയാക്കി വെച്ചു കേട്ടോ. അപ്പം അങ്ങനെ ഇതാ ഞാനിന്നാ കുറച്ച് കോവയ്ക്കൊക്കെ തൂങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായിട്ടോ കോവയ്ക്കൊക്കെ നമ്മൾ ഉണ്ടാവും, അതിനനുസരിച്ച് പറിക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. മഴക്കാലത്ത് പക്ഷെ ഇത്ര അങ്ങനെ അധികം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ വേരൊക്കെ അളിഞ്ഞ് ചീഞ്ഞ് ഇലയൊക്കെ തൂമ്പൊക്കെ അടഞ്ഞു പോയി അങ്ങനെ അളിഞ്ഞു പോകുന്ന കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നന്നായിട്ട് കേട്ടോ മഴയൊക്കെ ഇങ്ങോട്ട് കൊണ്ടപ്പോഴേ നന്നായിട്ട് തളിരിട്ടിട്ട് നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും കറി വെക്കാനൊന്നുമില്ല. അപ്പോൾ എന്തായാലും കടലയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം അപ്പോൾ കടല വെച്ചു. പിന്നെ ദിവസം ഈ കടല വെക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒരു നാടൻ കറി വെക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ അപ്പം ഞാൻ കോവയ്ക്ക പറിക്കുകയാണ്. നിറച്ചുണ്ടായിരുന്നു കേട്ടോ, അധികം മൂത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്നാൽ അത് പറിച്ചിട്ടുണ്ടെങ്കിൽ തോരൻ വെക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കറി എന്തെങ്കിലും വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ. ഇനിയിപ്പോൾ പ്ലാനൊന്നും ചെയ്തിട്ടില്ല, ഇനി അവിടെ ചെന്നിട്ടാണ് പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ അത്യാവശ്യമുള്ള ഇതെല്ലാം പറിച്ചെടുത്തു. പിന്നെ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വന്നു. ഇവിടെ കൊണ്ട് വെച്ചു കേട്ടോ ഞാൻ. കുഞ്ഞാറ്റ അതെൻ്റെ പുറകെ കളിച്ചുകൊണ്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം കാഞ്ഞിട്ടുണ്ടായിരുന്നു, വെള്ളം അടുപ്പത്ത് വെച്ചിട്ടാണ് പോയത്. മഴയാണെങ്കിൽ തോരാത്ത മഴ കേട്ടോ.
നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ, ഒരു തുള്ളി മുറിവും ഇല്ല കേട്ടോ. നല്ല മഴ പെയ്തുകൊണ്ടേയിരിക്കുക പുറത്ത്. അപ്പോൾ ഒന്നിങ്ങോട്ട് മഴ തോരും, അതേ കനത്തിൽ വീണ്ടും വരും മഴ. അങ്ങനെ അവിടെ നിന്ന് വന്ന് കോവയ്ക്കൊക്കെ പറക്കൽ കഴിഞ്ഞ് വന്നു. പിന്നെ ഞാൻ അരിയൊക്കെ അടുപ്പത്തിട്ടു. ഇനിയിപ്പോൾ അരി അടുപ്പത്തിട്ട് വെന്ത് വരുമ്പോഴത്തേനും എന്തായാലും നമുക്ക് അല്ലറ ചില്ലറ പണികളൊക്കെ ഒരുക്കിയെടുക്കാമല്ലോ. എന്തായാലും ഇന്ന് പുറത്തുള്ള പണികളൊന്നും ഇന്നും നമുക്ക് നടക്കില്ല. അപ്പോൾ എന്താണെന്നറിയാം, ഇനിയിപ്പോൾ ഈ കറി എന്തെങ്കിലുമൊക്കെ വെക്കലും ഒക്കെ പറ്റുള്ളൂ. ഇനി പിന്നെ ക്ലാസ്സിൽ പോകണം. അമ്മ അതാ മഴ പെയ്തപ്പോഴത്തേനും പകുതിയെല്ലാം വെട്ടി തോലൊക്കെ അപ്പുറത്ത് കൊണ്ടുപോയി വിട്ടു കേട്ടോ കുറച്ചൊക്കെ. പിന്നെ അവിടെ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മഴ നല്ല കനത്ത മഴ കേട്ടോ. കണ്ടോ, കോടയൊക്കെ പുകഞ്ഞിട്ട് മലയ്ക്കൊക്കെ കോട പോഞ്ഞിരിക്കുന്ന കണ്ടോ. അപ്പം നല്ല ഇനിയിപ്പോൾ തോട്ടിലൊക്കെ നല്ല വെള്ളം കയറും. തോട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിയാണ് കേട്ടോ. ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കനാല് ബണ്ട് കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിയതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ടെൻഷനാണ്. കാരണം രണ്ട് സൈഡിൽ നിന്നും കനാല് ബണ്ട് ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴാണ് നമുക്ക് നല്ല ഇടിഞ്ഞ് വരികയെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അതൊരു ടെൻഷൻ വേറെ, മഴ ഇങ്ങനെ കനത്ത് വരുമ്പോഴേ. അപ്പോൾ അതിനിടയ്ക്ക് ഞാനിതാ കോവയ്ക്ക നുറുക്കി തക്കാളി കീറിയിട്ട് ഒരു കുഞ്ഞൊരു സവോള ഒരു പച്ചമുളകൊക്കെ കീറിയിട്ട് നമ്മളങ്ങനെ ഗ്യാസിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഒരു നാടൻ കറി തേങ്ങയൊന്നും അരയ്ക്കാൻ എനിക്ക് വയ്യ. ഇനിയിപ്പോൾ തേങ്ങ അരച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൂട്ടും. ഇനി ഏട്ടൻ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട് എന്ന് പറയാന്നുണ്ടെങ്കിൽ തേങ്ങയൊക്കെ അരച്ച് വെക്കണം കേട്ടോ. തേങ്ങ അരച്ച കറിയൊക്കെ കൂട്ടുള്ളൂ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ വിളിച്ചു പറഞ്ഞു ഞാൻ കഴിക്കാൻ വരുന്നുണ്ടെന്ന്. അപ്പോൾ പിന്നെ ഞാനൊരു ചെറിയൊരു തേങ്ങയൊക്കെ പൊളിച്ച് അതരച്ച് ചേർത്തിട്ടോ. കുറച്ച് കറിയെ വെച്ചുള്ളൂ. എപ്പോൾ കറി വെച്ചാലും ശരിട്ടോ നമുക്ക് അധികമാവും. ഒന്നാമത് ചിലപ്പോൾ ഏട്ടൻ വരില്ല, അത് അല്ലെങ്കിൽ ചിലപ്പോൾ ഏട്ടൻ വരും, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ കുറച്ച് ക്യാബേജ് കഴിഞ്ഞ ദിവസം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മേടിച്ചിട്ട്. അപ്പോൾ അത് അന്ന് ഏട്ടന് പണിയില്ലാത്തതുകൊണ്ട് അത് അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അതൊന്ന് മുറിച്ച് അതിൻ്റെ പകുതി എടുത്തിട്ടാട്ടോ ഇന്ന് തോരൻ വെച്ചത്. അമ്മ അത് തോരനൊക്കെ ഉള്ളത് നുറുക്കി തന്നു മഴ പെയ്ത സമയത്തേ. അപ്പോൾ പിന്നെ ഞാൻ കറി അടുപ്പത്ത് വെച്ച് നേരെ അത് നുറുക്കി തന്നത്, ഞാൻ മുളകൊക്കെ നുറുക്കി തന്നിട്ടുണ്ടാവും. അതുകൊണ്ട് പണിയൊക്കെ എളുപ്പമായി. അപ്പോൾ അങ്ങനെ അതും അടുപ്പത്ത് വെച്ച് അങ്ങനെ അതും റെഡിയായി. ഇനിയിപ്പോൾ മുട്ട പൊരിച്ചിട്ട് കുട്ടിക്ക് വേഗം ചോറ് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചും കൊണ്ടേ മുട്ട പൊരിക്കുകയാണ്. പിന്നെ നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നു, യൂട്യൂബ് ഫാമിലിയിലേക്ക് വന്നു. ഒരുപാട് നന്ദി. ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിന്ന് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ പുതിയത് വരുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ഓളെന്ന ഓപ്ഷനൊക്കെ അമർത്തി വിടണേ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലേ നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്തവരും ഇനി നമ്മളെ സപ്പോർട്ട് ചെയ്യണവരും അതേപോലെ തന്നെ പുതിയതായിട്ട് വരുന്നവരും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് കണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, കുക്കിംഗ് ചെയ്യുന്നതൊക്കെ വളരെ എന്താ പറയുക നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് മനസ്സിന് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വളരെ സന്തോഷം നിങ്ങളുടെ ഓരോ കമൻറ്റൊക്കെ കാണുമ്പോൾ. നമ്മളെ കൂടെ നിൽക്കുന്നതിൽ തന്നെ ഒരുപാട് സന്തോഷം. അപ്പോൾ അങ്ങനെ കറിയൊക്കെ ആയി. നമ്മളിനി എന്തായാലും കുഞ്ഞാറ്റയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ ഞാൻ കുളിച്ച് റെഡി ആയിട്ട് അങ്ങനെ നമ്മൾ ക്ലാസ് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ, സീ.